ഹായ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. ഭാവിക്ക് സ്വാഗതം. അല്ല ഭാവി ഉണ്ട്. അപ്പോ ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതി അല്ലേ? മണ്ഡലമാസം തുടങ്ങിയായി. കൊറേ ആൾക്കാര് മാല ഇട്ടിട്ടുണ്ടാവും ശബരിമലക്ക്. നമ്മള് ഇപ്രാവശ്യം ഇടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൂസിനെല്ലാം താല്പര്യം ഇടാൻ. പക്ഷെ അപ്പൊ നമുക്ക് സാഹചര്യം ശരിയല്ലാത്തോണ്ട് നമ്മൾ ഇട്ടിട്ടില്ല. കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുമ്പത്തെ വർഷം നമ്മൾ ഇട്ട് മാല. ഇപ്പൊ നമുക്ക് വീടായാലൊക്കെ പോണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോണം അല്ലേ? അടുത്ത വർഷത്തേക്ക് നോക്കാം. പിന്നെ നമ്മള് കഴിഞ്ഞ വർഷമൊക്കെ നമ്മള് ഈ മാല സീസണിലൊക്കെ നമ്മൾക്ക് തട്ടിക്കോട്ടലും പണിയുന്നു. ഇപ്രാവശ്യം ഇപ്പൊ നമുക്ക് പുതിയ വീടൊക്കെ ആയപ്പോ നമുക്ക് അങ്ങനെ തട്ടാനൊന്നുമില്ല. എന്നാലും ഞങ്ങള് ഇന്നലൊക്കെ ആയിട്ട് നമുക്ക് തട്ടലും ഒതുക്കലൊക്കെ തന്നെയുണ്ട്. നമ്മള് പുറത്തടുക്കളന്ന് ഇങ്ങനെ അങ്ങനെ ഇതായി കടന്നിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ഒതുക്കിയിട്ട് കാര്യമില്ല. എല്ലാതും ഇവിടെ കൂടുന്നാണ് വെക്കണത്. എന്നാലും ഇന്നൊക്കെ നല്ല പണി തന്നെയായിരുന്നു ഇവിടെ. കഴിഞ്ഞു. ഇന്നലെ നമ്മള് പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി വന്നോണ്ട് രാത്രി 8 മണി കഴിഞ്ഞിട്ട് എത്തിയപ്പോ 8:30 നല്ല മഴ. വീഡിയോ ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ വൈകിയാണ് വന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്നലെ ഡോക്ടറെ കാണിച്ച് മരുന്നൊന്നും കിട്ടിയിട്ടില്ല. സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്കാൻ ചെയ്തിട്ട് പിന്നെ അപ്പോൾ അവിടെ ചേച്ചിക്ക് പനിയാണ്. പെട്ടെന്ന് പോകണം. നാളേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാളെ പോകണം. അപ്പം ഞാൻ വന്നിട്ട് നമ്മൾ ഒരു ദിവസം ഒഴിവുള്ള ദിവസം പോയി സ്കാൻ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേദനയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞാൽ ഈ മുഴയുള്ള ആൾക്കാർ ഇതാകുമ്പോഴേ പല കാര്യങ്ങൾ കൊണ്ടും ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തും മുഴയല്ലേ. അതുകൊണ്ട് നമ്മള് നോക്കണം. നമ്മളെ കാര്യം നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അത് പറയാൻ പറ്റില്ല. നമുക്ക് അനുഭവം കൊണ്ട് നമ്മള് ഇപ്പൊ പഠിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ സീരിയസ് ആയി കണ്ടിട്ടില്ലെങ്കിൽ അതാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ പറയും മുഴയപ്പോ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പൊ ഒരു പേടി തുടങ്ങി. പക്ഷെ ഡോക്ടർ നോക്കിട്ടോ, ചെക്ക് ചെയ്തൊക്കെ ഡോക്ടർ പിന്നെ മൂത്രക്കാലിന്റെ വേനലുണ്ട്. അതാണോ? അപ്പൊ ഒന്ന് നമ്മള് ഓരോന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കില്ല. നല്ല ദിവസങ്ങൾ തുടങ്ങുകയാണ് അല്ലേ എല്ലാവർക്കും. എന്താ സ്പെഷ്യല്? ഇപ്പൊ സ്പെഷ്യൽ ആയിട്ടല്ലേ നിങ്ങൾ വന്നത്? ഇന്നത്തെ സ്പെഷ്യല് ഇന്ന് സ്പെഷ്യലും ഉണ്ട്. ഒരു സമ്മാനം കാണിച്ചു തരാം. നമ്മളെ സമ്മാനം പറഞ്ഞാല് എന്താ പറയാ, നമ്മളെ ആള് തന്നത് അറിയിച്ച നാസറാക്ക തന്ന സമ്മാനമാണ്. നമ്മളെ പ്രിയപ്പെട്ട നാസറാക്കാന്റെ സമ്മാനാണ്. അപ്പൊ സമ്മാനം നമ്മള് കാണിച്ചു തരാം കേട്ടോ. എന്താ പോയിക്കുട്ടി? നല്ല പണിയാണ് കേട്ടോ അവിടെ. എന്താ മാങ്ങ. അപ്പൊ മാങ്ങ കിട്ടാനൊരു കാരണം കേട്ടോ. അത് ആദ്യം പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കണ്ടോ, ഒരു മുറം പച്ചക്കറി അല്ല, 2 മുറം. രണ്ടാമത്തെ മുറം ഞാൻ എടുക്കാൻ പോണുള്ളൂ. കുരുണ്ട് പോണുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. 2 മുറം പച്ചക്കറി. അപ്പോൾ ഇതിന്റെ വില കേട്ടാല് നമ്മൾ അന്തം വിട്ടു പോകും. ഒരു പാത്രം പച്ചക്കറിക്ക് ഒരു 30 റുപ്യ, അങ്ങനെ 2 എണ്ണത്തിന് 60 റുപ്യ. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ 20 റുപ്യക്ക് ചെയ്തോട്ടോ കിട്ടിയത്. ഇപ്പോൾ 30 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് കീസിനൊരു വലിപ്പക്കുറവ് അങ്ങനെ ഉണ്ട് കേട്ടോ. 20 റുപ്യക്ക് ഉള്ളത് കൊണ്ട് 30 ഉണ്ട്. അപ്പോൾ അതെങ്ങനെ വെച്ചാൽ നമ്മൾ അങ്ങാടിയിലൊക്കെ ചെന്നാൽ പച്ചക്കറി ഈ മത്തനായാലും വലിയ കുമ്പളങ്ങയൊക്കെ എല്ലാവരും ഒന്നായിട്ടൊന്നും കൊണ്ടുപോകില്ലല്ലോ. നമ്മൾ പാകത്തെ വിലേണ്ടതൊക്കെ മുറിച്ച് ഇത്ര റുപ്യക്ക് മുറിച്ച് തരിയെന്ന് പറഞ്ഞാൽ മുറിച്ചെടുക്കുക. അപ്പോൾ അതിന് ബാലൻസ് വരുന്ന കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇതൊക്കെ അങ്ങനെ ബാലൻസ് വരുന്ന കഷ്ണം ഉണ്ടാവും. പടവലങ്ങ അതേപോലെയൊക്കെ ഉണ്ടോ, മത്തന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ബാലൻസിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇവരെന്താ കാട്ടുക, മുറിച്ചിട്ട് ബാക്കിയായിട്ട് ബാലൻസ് അല്ലേ ഏകദേശം നല്ലതൊക്കെ തന്നെയാണ്. നല്ലതന്നെ, നല്ലതിൻ്റെ കഷ്ണങ്ങൾ ബാക്കി വരുന്നതൊക്കെ എല്ലാം കൂടി ഇവർ ഒരു കേസാക്കിയിട്ട് 30 റുപ്യക്ക് പറഞ്ഞിട്ട് 30 റുപ്യ കേസ് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിൽ എല്ലാ പച്ചക്കറിയും കൊടുക്കും. അതില് പൊട്ട മാങ്ങ ഇട്ടതൊക്കെ 3 മാങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് തിന്നു 2 അപ്പൊ തന്നെ തിന്നു. ഞാൻ സുഖമായിട്ടൊക്കെ വിചാരിച്ചിരുന്നു. അത് തിന്നു കഴിഞ്ഞു. അപ്പൊ കണ്ടോ, അതിലുള്ള എല്ലാ പച്ചക്കറിയും കൈപ്പങ്ങയൊക്കെ കണ്ടോ ഇവര് മുറിച്ചിട്ട് നമുക്ക് 2 ആഴ്ചക്കുണ്ട് ഉപ്പേരി വെക്കാം. ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്നപ്പോഴേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചാവുകൊണ്ട് പച്ചക്കറീൻ്റെ ആവശ്യമില്ല. പിന്നെ അതല്ല, പച്ചക്കറി വല്ലാതെ പോണില്ല. പക്ഷെ ഇന്ന് മുതൽ നമുക്ക് ഫുള്ള് പച്ചക്കറിയല്ലേ. അപ്പൊ ഇനി ഉപ്പേരിയും സാമ്പാറും അവിയലും എല്ലാം ഉണ്ടാക്കാം. അതൊക്കെ ഇട്ടിട്ട് ഒക്കെ പാടിട്ട് പണി തന്നെയാവും പച്ചക്കറി. പിന്നെ ഇനി സന്തോഷമായിട്ടും പോയാൽ ഞാനും അപ്പൂസല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാരും വാങ്ങുന്നുണ്ടോ അങ്ങനെയൊക്കെ?
ആ പിന്നെ ഒരു പപ്പടത്തിൻ്റെ ഒരു കാര്യം വേണം. ആ പപ്പടം അവിടെ അപ്പോൾ പപ്പടം എടുത്താ പപ്പടത്തെ. അപ്പോൾ ഞങ്ങൾ മഞ്ചേരി പോയപ്പോൾ ഒരു പപ്പടത്തിൻ്റെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടോ. നമ്മൾ എന്നും മഞ്ചേരി പോകുമ്പോഴും ഒരു വയ്യാത്ത ഒരാൾ അവിടെ ഇരിക്കലുണ്ട് കേട്ടോ. ചെറുകുളം എന്ന് പറഞ്ഞ സ്ഥലല്ലേ, ചെറുകുളത്തിട്ടോ. അപ്പോൾ അവിടെ ചെറുകുളമല്ല, ചെറുകുളത്തിൻ്റെ അപ്പുറത്ത് എന്താ പറയുക, ഒരു കാലിന് ശേഷിയില്ലാത്ത ഒരാളാണ് കേട്ടോ. ഇരുന്ന് കച്ചവടം ചെയ്യാൻ ഇരുന്നിട്ട് ആണ് കേട്ടോ. അതേപോലെ ഒരു ചാക്ക് വിരിച്ചിട്ട് അവിടെ ഇട്ട് ഇരിക്കുന്ന ആള്. എന്നിട്ട് ഇതുള്ളോ 10 ഉണ്ടാവും. ഇത് 10 ഇല്ലല്ലോ ഇപ്പൊ. എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഒരു നമ്മൾ പോകുമ്പോഴൊക്കെ ചോദിക്കും ഒരു കൂടിന് 10 രൂപയാണ്. 10 അല്ല 20 രൂപയാണ് കേട്ടോ ഒരു കൂടിന്. അത് ഞാൻ താത്താനത്തേക്ക് ശ്രദ്ധ പോയാ 20 രൂപ കേട്ടോ. അപ്പം എപ്പോഴും അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സന്തോഷിച്ചിട്ട് എന്ത് ചെയ്ത് ആകെ ഈ 11 കൂടെ ഒന്ന് ഞാൻ പിന്നെ കണ്ടത്. അത് ഞാനും ശ്രദ്ധിച്ചില്ല. അതവിടെ ബാഗിന്റെ അടി പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നളിയായിരുന്നു. വളരെ സന്തോഷമായി. പക്ഷെ ഇത് നമ്മള് വാങ്ങിയത് നമ്മള് വലിയ വർത്താനം പറയല്ല. അപ്പൊ ഇനി ആരെങ്കിലും പോണുണ്ടെങ്കിൽ നമ്മളെ ചെറുവണ്ണൂര് സ്ഥലം, ചെറുവണ്ണൂരാണ് ആൾ നിൽക്കുന്നത്. അപ്പോ എല്ലാരും വാങ്ങി സഹായിക്കാം. പിന്നെ നമ്മളത് കൂടെ വരണ്ടേ, ഞാൻ ഒരു ദിവസം വീഡിയോയിൽ ഉൾപ്പെടുത്ത ആൾക്കും സുഖമില്ലാത്തതിന്റെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാണ്. അപ്പോൾ അങ്ങനത്തെ വളരെ സന്തോഷം. എന്നാലും ഒരു സുഖരയിലും വെറുതെ ഒക്കെ ഇല്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെന്നൊക്കെ നമ്മള് അറിയണമാര് സഹായിച്ച് അല്ലേ വാങ്ങലേ. കുന്നമംഗലത്താത്ത വന്നപ്പോ ഇതേപോലെ അട്ടിക്ക് പപ്പടം കൊണ്ടുവന്നിരുന്നു. അപ്പൊ കാരണം നമുക്ക് പപ്പടം വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരുപാട് പപ്പടം ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഇത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അപ്പൂസിന് ഇടയ്ക്കിടയ്ക്ക് പുണ്ണുണ്ടാവും. അത് കാരണം ഞാൻ ഇവന് പരമാവധി കൊടുക്കല് കുറയ്ക്കല. അങ്ങനെ സന്തോഷമായിട്ട് അമ്മ ഉണ്ടെങ്കിൽ ഇവർക്ക് പപ്പടം ഇഷ്ടം, അതുകൊണ്ടാട്ടോ. അപ്പൊ അമ്മേന്റെ വർത്താനം പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് ചെറിയ പനിയുണ്ട്. സന്ധ്യച്ചിക്ക് വെള്ളം മാറിയതിന്റെ തോന്നുന്നുണ്ട്. വെറുതെ ചെത്തി കളയണ്ട. അപ്പൊ കറി വെക്കുമ്പോ എടുക്കാം. ഈ കത്തി വാങ്ങിക്കല്ലേ, അല്ലെങ്കിൽ പൊക്ക ചെത്തി അവിടെ മുറിക്കും. ആയിക്കോട്ടെ, സാരില്ല. അപ്പൊ ചെറിയ പനിയുണ്ട്, വെള്ളം മാറിയതിന്റെ തോന്നുന്നുണ്ട്. നമ്മള് ഇവിടുന്ന് പോയാൽ പിന്നെ വെള്ളം കുടിക്കുന്നതായാലും തലയിൽ ഒഴിച്ചാലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ആ ഒരു ചെറിയ ഇടങ്ങേറ് ഇപ്പൊ കേട്ടപ്പോ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവും. ഡോക്ടറെ കാണിച്ചില്ല, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി. ഇനിയിപ്പോ നാളെ അല്ലേ സന്തോഷമായിട്ട് ഇവിടുന്ന് പോവുള്ളൂ. പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണ്. അപ്പം ഇനി 10 റേഡിയേഷൻ കഴിഞ്ഞ് ഇനി 15 കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ എന്തായാലും അല്ലേ പോരാ. അപ്പം അങ്ങനെ 3 ആഴ്ചയും കൂടി നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അവിടെ. പറഞ്ഞ് കഴിയാനായി. അപ്പം നമ്മൾ കൂടെ ഒന്നും ഉണ്ടാക്കണമൊന്നും കാണിക്കില്ല കേട്ടൊന്ന്. കാരണം എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ആൾക്കാർ. കമൻറ്റ് മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പ്രത്യേകം നമ്മളെ പിന്നാലെ കൂടിയാണ് ഇപ്പോൾ. എന്താണ് പേര് പറഞ്ഞത്? ആ പേരൊന്നും പറഞ്ഞ് വെളിപ്പെടുത്തണ്ട, പാവല്ലേ അല്ലേ. എന്താ അപ്പൂസ കേട്ടണേ? നമ്മളെ നെഗറ്റീവ് പറയണ്ട, എന്നും നെഗറ്റീവാണ്. കുഴപ്പമില്ല. ആൾക്ക് കുട്ടികളും മക്കളും അമ്മയച്ഛനൊന്നും ഉണ്ടാവില്ല തോന്നുന്നു. അല്ല അങ്ങനത്തെ ആൾക്കാരാകും, അല്ലാത്തോലും പറയില്ല. ചിലപ്പോ അങ്ങനെ നെഗറ്റീവ് ഇടുമ്പോഴേ നമ്മൾ ഓരോടുത്ത് പറയാൻ വേണ്ടിട്ടാവും. അതാണ്. അത് ചിലപ്പോ എന്താ വെച്ചാല് ആരും ഇല്ലാത്ത സ്നേഹം ആരോടും പ്രകടിപ്പിക്കാൻ അറിയില്ല ഒറ്റക്ക്. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ പറയും. പോട്ടെ. അപ്പം നമ്മളെ സമ്മാനം കാണാം അല്ലേ. സമ്മാനം കാണാം. അപ്പൊ ഇതാണ് നമ്മളെ നാസ്രാക്കാന്റെ ഗിഫ്റ്റ്. അവിടുത്തെ പൊളിച്ചോ അപ്പൂനാണ് പൊളിക്കാനൊക്കെ ഭയങ്കര ത്രില്ലുള്ള ആളുണ്ടാ. എനിക്കറിയാം എന്താ സമ്മാനം, അതുകൊണ്ടോ ഞാൻ അപ്പൊ നമ്മളെ സമ്മാനം കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾക്ക് എന്നിങ്ങനെ പോവലും മറ്റു ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വൈകി നിന്നതാണ്. പിന്നെ എന്നും സമ്മാനം കണ്ട ആൾക്കാർക്കും ചില ആൾക്കാർക്ക് ഒരു ചെറുതുണ്ട്, എന്താ പറയാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സമ്മാനം കാണിച്ചു തരാനൊരു മടിയുണ്ട്. എന്നും സമ്മാനം വയ്ക്കുമ്പോൾ കാണിച്ചു തരാൻ മടിയുണ്ട്. പക്ഷെ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാക്കാൻ കഴിയണില്ല. നമ്മളെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറച്ചൊക്കെ നമ്മൾ കാണിച്ചു തരും. 2-3 ആൾക്കാരൊക്കെ അല്ലേ അങ്ങനെ പറയുള്ളൂ, കുഴപ്പമില്ല. അപ്പോ പൊളിച്ചോ കാണിച്ച 3 ആളും കാണിച്ച് ഇതാക്കണേ. ഇത് ഞങ്ങൾക്ക് എന്താ വെച്ചാല് ഞങ്ങളിത് കാണാൻ വേണ്ടി, ഇത് സർപ്രൈസ് അല്ല കേട്ടോ, ഞങ്ങളിത് കാണാൻ വേണ്ടി മെല്ലെ പൊട്ടിച്ചിട്ടുണ്ട്.
ഉള്ള കാര്യം പറയണ്ടല്ലേ. അതെ, പക്ഷെ ഞങ്ങള് ഫസ്റ്റ് കണ്ടപ്പോ ഞങ്ങക്ക് ആകാംക്ഷയുണ്ട്, ഞങ്ങൾക്ക് ആകെ അന്തം വിട്ടുണ്ട് ഞങ്ങള്. പിന്നെ നിങ്ങളെ മുന്നിൽ നമ്മളിത് സർപ്രൈസ് ആണ് പൊട്ടിക്കേണ്ട ആവശ്യം നമുക്കില്ല, കാരണം നമ്മൾ കണ്ട സാധനമാണ്. ഞങ്ങളപ്പം അന്തം വിട്ടിട്ട് നല്ലോണം. അപ്പൊ അമ്മ മാത്രമേ കാണത്തുള്ളൂ. നമ്മളെ സ്വപ്ന ഭവനം കണ്ടില്ലേ. നാസ്രാക്ക എത്ര ഭംഗിയിലാണ് ഇത് ചെയ്തത് എന്ന് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതിനൊരു എന്താ പറയാ പൂസേ, ബിഗ് സല്യൂട്ട് ഇല്ലേ ഭാവി? ബിഗ് സല്യൂട്ട്. അതുപോലെ തീരൂല. ഇത് എങ്ങനെ ഉണ്ടാക്കി പറഞ്ഞു തർഷിച്ചേ? ഇത് തുന്നി ഉണ്ടാക്കിയതാ, നൂല് വെച്ചിട്ട് തുന്നി ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഫുള്ള് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നാസ്രാക്കാനോടെ ചോദിച്ചോളൂ. എത്ര ദിവസം എടുത്തു എന്നൊന്നും അറിയില്ല. ഇതിന് പ്രത്യേക കഴിവാട്ടോ. പിന്നെ വെച്ചാൽ നാസ്രാക്കാന്റെ വീട്ടിൽ തന്നെ ഒരുപാട് വർക്കുകൾ ഒരു ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ മക്കൾക്കൊക്കെ കിട്ടിയ കഴിവാണ്, നല്ല വരയാനും അങ്ങനത്തെ ഓരോ പ്രത്യേക കഴിവാണ്. അപ്പൊ എത്ര ദിവസം എടുത്തു അറിയില്ല. കണ്ടോ, നമ്മളെ ലൈറ്റ് അടക്കം വന്നിട്ടുണ്ട്. ഇതൊക്കെ നൂലുകൊണ്ട് തുന്നി ഉണ്ടാക്കിയട്ടോ. ഓരോ നൂല്, എത്ര നൂല് വന്നിട്ടതില്. ബ്ലാക്ക്, നമ്മളെ വീടിന്റെ എന്താ പറയാ, പെയിന്റ് എല്ലാം ഒരേമാതിരി തന്നെ. അതാണ് ജനല് പോയി ഞങ്ങൾക്ക്. കാരണം ഇത് കൈകൊണ്ട് വരച്ചതല്ല, പെയിന്റിങ് അല്ല, നൂലുകൊണ്ട് തുന്നി ഉണ്ടാക്കിയത്. തുന്നിയതാണ്, തുന്നി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഭാവി? ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഫോട്ടോ ആണപ്പോ ഞങ്ങള് ഫാമിലി ഫോട്ടോ ആണെന്ന് ഞങ്ങൾ വിചാരിച്ചതേ. അവരെല്ലാരും വന്ന് നമുക്ക് രാത്രി കൊണ്ടുവന്നാണ്. ഞാൻ നാസറാക്ക തരുന്നത് നമ്മൾ ഫോട്ടോ എടുത്തതല്ല, അപ്പൊ രാത്രി വന്നിട്ട് പെട്ടെന്ന് തന്നിട്ട് പോയതാണ്. അപ്പൊ നമ്മള് ചേച്ചിന്റെ വീട്ടിലേക്ക് ഉള്ള എത്രയാന്ന് ഒന്നുകൂടി കാണിക്കാം. എന്താല്ലേ ഓരോരോ നൂലുകൊണ്ട് മുടഞ്ഞുണ്ടാക്കിയാണല്ലോ അതൊക്കെ. എത്ര റിസ്ക് എടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് നാസറാക്കാനോട് നമ്മളോടുള്ള സ്നേഹം. അതെ, എന്തോ പറഞ്ഞാ തീരൂല. എനിക്കൊന്നും വാക്കുകളില്ല സത്യം പറഞ്ഞാല്. നമ്മളോട് അത്ര ഇഷ്ടപ്പെട്ടിട്ട് സ്നേഹിച്ചിട്ടാണ് കണ്ടില്ല, ഇത്ര റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യാന്നുണ്ടെങ്കിൽ. അതെ, അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് തരാൻ ആള് കരുതിയിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് കൊണ്ടു തന്നാ മതി. ഇത് റിസ്ക് എടുത്ത് തുന്നി ഉണ്ടാക്കിയൊക്കെ തരണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഫ്രെയിം ചെയ്ത് നമ്മൾക്ക് ക്ഷമ നല്ലോണം പഠിക്കുന്നത്. പിന്നെ ഫ്രെയിം ചെയ്ത് ഒട്ടിച്ച് നമ്മളെ വീട്ടില് നമുക്ക് വെക്കാതെ. അപ്പൊ ഇത് എവിടെ വെക്കണ്ടപ്പോ? എവിടെ ഇനി വലിയൊരു സമ്മാനം വന്നിട്ടുണ്ട്, നമ്മള് ഇത് ചെയ്യലേ. ഇനിയൊരു സമ്മാനം കൂടി ഉണ്ട്. ആരൊക്കെ ഈ സാധനം എടുത്തുണ്ട് അവിടെ അപ്പൂസിന്റെ വാച്ചാണ്. അടിപൊളിയാണ്. അവിടെ ചില കാണണം, അവിടെ ചില കാണണേ. നമ്മളെ വീടിന്റെ ഫോട്ടോ അടക്ക. അപ്പൊ ഏകദേശം നിറഞ്ഞു കേട്ടോ നമ്മളെ. പിന്നെ ഇത് പറഞ്ഞേ, നമ്മളെ യൂസഫക്കാരുടെ സമ്മാനാണത്. ഇനി വലിയൊരു സമ്മാനം എൻ്റെ അപ്പുറത്ത് കിടക്കണ, ഞാൻ കാണിച്ചു തരില്ല ഇപ്പൊ. എല്ലാവർക്കും അറിയുന്നു. അപ്പൊ സമ്മാനം നമുക്ക് അടുത്ത ദിവസം കാണിച്ചു തരാം. അത് എല്ലാവർക്കും അറിയണ്ടാവും, നമ്മളെ വീട്ടിലില്ലാത്തൊരു സമ്മാനാണ് അല്ലേ. നമ്മള് അപ്പൊ ഇനി നാളെ ആ വീഡിയോ ആയിട്ട് വരണ്ടേ. എന്താ സാർ? ഇത് പിന്നെ മറിയാമത് പറഞ്ഞ കാണിച്ചു തന്നില്ലേ. നമുക്ക് എവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ ഒക്കെ ഓരോരോ നമ്മൾ വന്ന ഓരോരോ കാര്യങ്ങൾ, നമുക്ക് കറണ്ടിന്റെ കാര്യങ്ങൾ റെഡിയാക്കേണ്ട ഓരോ കാര്യങ്ങൾ റെഡിയാക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷയയിൽ ഇവിടെ ഒക്കെ പോയിട്ട് അപ്പൊ തിരക്കാണ്. അപ്പൊ നമുക്ക് വീടിനെ നമുക്ക് പുറത്ത് പോയി കാണണ്ട. ഞാനിപ്പോഴും എന്താ ചെയ്യലറിയോ, നമ്മളെ വീട് പുറത്ത് പോയി നിന്നിട്ടൊന്ന് നോക്കലുണ്ട് കേട്ടോ, ഒന്ന് നോക്കി കാണലുണ്ട്. ഇനി അതിന്റെ ആവശ്യമല്ല, നമ്മളെ വീട്ടിൽ കാണാം. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇന്നലെ പോയപ്പോ പുറത്ത് പോയപ്പോ നമ്മൾ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിയിട്ട് ചെടിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു മണ്ണിട്ടിട്ട് സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. അതൊന്നും 25 ഉറുപ്പിയുണ്ട് ഈ ചട്ടിക്ക് ഒന്നിന്. അതിനൊന്നും ഇങ്ങനെ കണ്ടിട്ട് നമ്മള് ചെടി വെച്ചത്. പക്ഷെ നമ്മള് ഒന്നും കാട്ടിയില്ല, ഈ ചട്ടിക്ക് 25 ഉറുപ്പിയാണ് ഒന്നിന്. അതിലിങ്ങനെ നമ്മള് ആ ചെടീനെ എന്താ ചെടിക്കൊരു പേരുണ്ട്. അപ്പൊ ഞാന് എനിക്ക് ആ ചെടീന്റെ പേര് കറക്റ്റ് പറയാൻ ചെടിക്കല്ല വില കമ്മിയാണ് ഇവിടേക്ക്. ഇവിടെ എല്ലായിടത്തും ഇല്ല കേട്ടോ, ചില കടയിലൊക്കെ കൂടുതലാണ്.
പിന്നെ നമ്മൾ വേറെ കുറച്ച് ചെടികളും വാങ്ങിയിട്ടുണ്ട്. റോസില്ലേ അങ്ങനത്തെ വെച്ചിട്ടുണ്ട്, വേറെ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളതിന്റെ അതിൻ്റെതായിട്ടുള്ള 20-30 എടുത്താൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കുറേത്തില്. പക്ഷെ പല സ്ഥലത്തും പല വിലയാണ്. പിന്നെ ഒരു സാധനത്തിന് നമ്മൾ ഈ സാധനത്തിന് ഒരു സ്ഥലത്ത് ഇവിടെ 200 പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ 100 റുപ്യക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സ്ഥലം പറഞ്ഞിട്ട് നമുക്ക് ഓരോ കച്ചവടം മുടക്കണ്ടല്ലോ. ഇപ്പം നമ്മളതുകൊണ്ട് പറയണില്ല. അപ്പം അതൊക്കെ ഇന്നത്തെ വിശേഷം അല്ലേ. നമുക്ക് ഹോം ഇതിന് ഗാർഡൻ ടൂർ കാണിച്ചു തരേണ്ട ഒരു ദിവസം. ഇപ്പോൾ ചെടിയൊക്കെ സെറ്റായിട്ടല്ലേ, സെറ്റായിട്ട്. അപ്പോൾ അച്ഛനോട് ഓളച്ഛനെവിടെ അച്ഛൻ വിളിച്ചേന്നു. അച്ഛന് നിച്ചല്ല. അപ്പൊ എന്നാല് നമുക്ക് ഓരോ പണി തുടങ്ങല്ലേ. നമ്മൾ ചോറും കറിയൊന്നും ആക്കിയിട്ടില്ല. ഇപ്പൊ വിശേഷം നിർത്താം അല്ലേ. അപ്പൂസ് ഇന്ന് രാത്രി അമ്പലത്തിക്ക് അങ്ങനെ തയ്യാറത് ടോർച്ച കൊണ്ട് നിക്ക. അപ്പൂസ് വാങ്ങിയ ടോർച്ചയ്ക്ക് ഇതിനെത്ര 100 മണ്ഡല മാസത്തിൽ വാങ്ങും. രാത്രി ഭജനക്ക് പോവാൻ വേണ്ടിട്ടേ അതിന് വാങ്ങിയതാണ് കേട്ടോ. 130 125 റുപ്യന്റെ ടോർച്ചാണ്. രാത്രി കുറച്ച് ദൂരം അമ്പലത്തിൽ പോകണ്ട്. അപ്പൊ ഭജനായിട്ട് എന്നിട്ട് നമ്മള് ഭജനക്കൊക്കെ പോകും. പക്ഷെ അമ്മ എല്ലാരും പോലുണ്ട്. ഇപ്പൊ നമുക്ക് പറ്റില്ല. അപ്പൊ ഇഞ്ചി രണ്ടാളും പോയിക്കോളി. പോയിട്ട് ഭജനൊക്കെ വീഡിയോ എടുത്ത് വരണ്ട്. വിശേഷത്തിന് കാണിക്കല്ലോ ഭാവി. അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്തിയാലോ. നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ബൈ.